الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരമാവധി മുഅ്മിനായി, മുത്തഖിയായി, അതോടൊപ്പം മുവഹിദായി ജീവിച്ച് സ്വർഗാവകാശിയായി മരിച്ചു പോകാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ്. ഭൗതിക ലോകത്തിന്റെ ഏതേത് സൗഭാഗ്യങ്ങൾ അവനുണ്ടായാലും ഒരാൾക്ക് ഒറ്റക്ക് ജീവിക്കാൻ കഴിയില്ല. പലരുടെയും സഹായങ്ങളും സഹകരണങ്ങളും സപ്പോർട്ടുമൊക്കെ അനിവാര്യമായി വരുന്നു. അവൻ ജീവിക്കുന്ന സമൂഹവുമായി ഇണങ്ങി ജീവിക്കുകയും കൊണ്ടും കൊടുത്തും സഹായിച്ചും സഹകരിച്ചും സമൂഹവുമായി ഇടപഴകിയും ആശയവിനിമയം നടത്തിയും ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ എന്ന നിലയിൽ
അവന്റെ മാനസികവും വൈകാരികവുമായിട്ടുള്ള വളർച്ച അവൻ പ്രാപിക്കുന്നത്. അൽ മുഅ്മിനു യഅലഫു വയുലഫു. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ ഇണങ്ങി ജീവിക്കണം. ഇണങ്ങിയും ഇണക്കമുണ്ടായും. അവനെ സംബന്ധിച്ചൊരു ഇണക്കമുണ്ടാണ്, അവനും ഇണക്കം വേണം. വലാ ഖൈറ ഫീമൻ ലാ യഅലഫ വയുലഫ. സ്വയം ഇണങ്ങാത്തവനും ഇണക്കമുണ്ടാക്കാത്തവനും ഒരു നന്മയില്ല. ഞാനും എന്റെ കെട്ടിയോളും ഒരു തട്ടാനും. അവനാന്റെ സ്വന്തം കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധയൂന്നി ജീവിക്കുന്ന രീതി സാമൂഹ്യ ജീവിയായ മനുഷ്യന് യോജിച്ചതല്ല. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ അറിയപ്പെട്ട തറവാട്ടിൽ ജനിച്ചവൻ എന്നല്ല റസൂല് പറഞ്ഞത്. ധാരാളം സമ്പത്തും സ്വാധീനവും അധികാരവും ഉള്ള ആളെന്നല്ല പ്രവാചകൻ പറഞ്ഞത്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്. ജനങ്ങളിൽ ഏറ്റവും നല്ലവന്. മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഓനുണ്ടാണോ? ഭൂമിക്ക് ഭാരമായി, കുടുംബത്തിന് തലവേദനയായി, സമൂഹത്തിനും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കുമൊക്കെ ആക്ഷേപിക്കപ്പെട്ടവനായി ജീവിക്കുമ്പോൾ ഒരു നന്മയില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തില് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല കർമ്മം ഒരാൾക്ക് ഉപകാരം ചെയ്യുക എന്നതാണ്. നാം മുഖേന ഒരാളുടെ കഷ്ടപ്പാട് അകറ്റാൻ, ദാരിദ്ര്യം അകറ്റാൻ, വീടില്ലാത്ത സാഹചര്യം മാറ്റിയെടുക്കാൻ, ചികിത്സക്ക് വകയില്ലാത്ത അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ആശ്വാസം നൽകുക, ഒരാളുടെ മനസ്സിൽ മറ്റൊരാളുടെ മനസ്സിൽ ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവരാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലൊരു നാൾ. പടച്ചോന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അൻഫഉലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാണെന്നാണ്. ഒരു ഉപകാരവും ചെയ്യാത്ത ആളുകള് ദീനിനെയാണ്, ആദർശത്തെയാണ്, മതത്തെയാണ് കളവാക്കുന്നതെന്നാണ് നമുക്കറിയുന്ന സൂറത്തായ സൂറത്തുൽ മാഊന്റെ അവസാനത്തെ ആയത്ത് എന്താ? വയംനഊനൽ മാഊൻ. ഉപകാര വസ്തുക്കൾ തടയുന്നവൻ, ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും നിരാകരിക്കുന്നവൻ, ഒരു സഹായവും ചെയ്യാൻ താല്പര്യമില്ലാത്തവൻ. എനിക്കെന്റെ ആവശ്യമില്ല, എന്റെ വീട്ടിലേക്ക് വഴിന്റെ ആവശ്യമില്ല, എന്റെ വീട്ടിലേക്ക് റോഡിന്റെ ആവശ്യമില്ല, എനിക്ക് ഇലക്ട്രിസിറ്റി വേണ്ട, എനിക്ക് തോട് വേണ്ട, എനിക്ക് പുഴ വേണ്ട, എന്റെ സ്ഥലം തരൂല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ? മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഒരു നന്മയും ചെയ്യാത്ത ആളുകൾ തന്നോടാണ് ഏറ്റവും വലിയ അക്രമം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണം. നമ്മുടെ നന്മ കൊണ്ട്, നമ്മുടെ സ്വതക്ക കൊണ്ട് നാളെ പരലോകത്ത് മരിച്ചാലും നമ്മുടെ കബറിലേക്ക് ഒഴുകുന്ന സ്വതക്ക. ഇപ്പൊ പള്ളി ഉണ്ടായി കൊടുത്ത് അയാൾ മരിച്ചാലും ആ പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരാളുടെ കൂലിയും നഷ്ടപ്പെടാതെ ആ കൂലി മരിച്ച ആളുടെ കബറിലേക്ക് ഒഴുകുക. ഒരു ധർമ്മസ്ഥാപനം, ഒരു വെള്ളം കുടിക്കാനുള്ള സംവിധാനം, ഒരു തണലേകാൻ, ഒരു ബസ് കാത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു കുടിവെള്ള പദ്ധതി, അല്ലെങ്കിൽ ഒരു വീട്, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അത് ജീവിക്കുന്ന കാലം അത്രയും നമുക്ക് നന്മയാണ്. ഇപ്പൊ നമ്മളെ മഹല്ല് ഇടപെട്ടുകൊണ്ട് നമ്മൾക്ക് സഹായം ചെയ്യാൻ സാധിച്ചു, അൽഹംദുലില്ലാ, ചെയ്യേണ്ടതാ. നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് പലത് ചെയ്യാനുണ്ട് എന്ന് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വിശ്വാസികൾ എന്ന് പറഞ്ഞാല് ലോകത്തിന്റെ ഏതേത് ഭാഗങ്ങളിലുള്ള വിശ്വാസികളായിരുന്നാലും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ ഏകോദര സഹോദരങ്ങളാണ്. അത് ഇംഗ്ലണ്ടിലായാലും UK-യിലായാലും ഫലസ്തീനായാലും ഒസ്സയിലായാലും സഹോദരങ്ങളെ നമ്മുടെ സഹോദരങ്ങളാണ്.
ഗസയിലെ ഫലസ്തീനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും മർദ്ദനങ്ങളും ത്യാഗങ്ങളും പീഡനങ്ങളും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി വരുത്താനും നിർത്താനും ഇനിയും സമയമായിട്ടില്ലേ എന്ന് പലരും ചോദിക്കുകയാണ്. ഇനി ഞങ്ങൾ ഫലസ്തീനിലേക്ക് ഞങ്ങൾ യുദ്ധക്കോപ്പുകളുമായി പോകില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ US സൈന്യങ്ങൾ പിന്മാറിക്കൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ നീക്കുന്ന രംഗം സോഷ്യൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ ഫലസ്തീനിലേക്ക് പോകൂല, യുദ്ധക്കോപ്പുകളുമായി വെടിക്കോപ്പുമായി ബോംബുമായി മിസൈലുമായി അവരെ നശിപ്പിക്കുന്ന പ്രവണതയ്ക്ക് ഞങ്ങളെ കിട്ടൂല എന്ന് പറയേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അവര് നമ്മുടെ സഹോദരന്മാരാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങൾ മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാ. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. നിസ്സാരമായ പ്രശ്നങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിന്ന് മാറി നിൽക്കേണ്ട ആളുകളല്ല. ഇപ്പൊ പല ആൾക്കാരും പലരുമായി പിണങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടാകാം. എന്തിനാണ് പിണങ്ങിക്കുന്നത്? ആദർശം പറഞ്ഞതിന്റെ പേരിലാണോ? ദീന് പറഞ്ഞതിന്റെ പേരിലാണോ? നിസ്സാരമായ പ്രശ്നം, കല്യാണത്തിന് മോനെ അവസാനം വിളിച്ചതിന്റെ മോനെ വരെ ഒരു പരിപാടി പറഞ്ഞില്ല. ഇതൊക്കെയാണ് കാരണം. പ്രവാചകന്റെ ഏറ്റവും അരുമ സഹാബത്ത് കല്യാണം കഴിച്ച വിവരം എപ്പോഴാണ്? എന്താ പ്രത്യേകിച്ചൊരു മണം, അബ്ദുറഹ്മാനോ എന്താ എന്നില്ലാത്തൊരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ. പ്രവാചകൻ ഞാൻ ഇന്നലെ കല്യാണം കഴിച്ചു. ഇതാ സിമ്പിള്. തക്കാരത്തിന് വിളിച്ചില്ല, കല്യാണത്തിന് വിളിച്ചില്ല, കുറ്റൂസ പറഞ്ഞില്ല. ഇതൊക്കെയാണ് പിണങ്ങാനുള്ള കാരണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മള് ഒരാളുമായി പിണങ്ങി നിൽക്കാൻ അത് എന്തിന്റെ പേരിലാന്ന് ആലോചിക്കണം. നമ്മൾ എന്തിന്റെ പേരിലാണ് ഒരു വ്യക്തിയുമായി മാറി നിൽക്കുന്നത്? ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റൊരു വിശ്വാസിയുമായി ബുൻയാൻ, ഒരു ബിൽഡിംഗ് പോലെയാണ്. ഈ പള്ളി എന്ന ബിൽഡിംഗ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിന് ബേസ് വേണം, ബേസ്മെന്റ് വേണം, തറ വേണം, ബെൽറ്റ് വേണം, അതുപോലെ തന്നെ ഫില്ലർ വേണം, മേൽക്കൂര വേണം. ഇതൊക്കെ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് സഹകരിച്ച് തൂണായി ഭീമായി തമ്മിൽ ബന്ധപ്പെടുമ്പോഴാണ് ഉറപ്പിട്ടുള്ളൂ. മാറിന്ന ഉറപ്പുണ്ടാവില്ല. ഒരു പില്ലർ മാത്രം ഇങ്ങനെ മാറിന്നാൽ അതിന് ഉറപ്പുണ്ടാവില്ല, അതിന് ബലം ഉണ്ടാവില്ല. അപ്പൊ വിശ്വാസികൾ മാറി നിൽക്കേണ്ടവരല്ല. സമൂഹവുമായി ഇണങ്ങി ഇഴകി പരസ്പരം ചെയ്യാൻ കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്ത് സഹകരിച്ച് വളരേണ്ട ആളുകളാണ്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ യശുദ്ദു ബഅദഹു ബഅദ. പരസ്പരം ശക്തി നൽകണം. ഒരാൾക്കൊരു പ്രയാസമുണ്ടെങ്കിൽ, ഒരാൾക്കൊരു കഷ്ടപ്പാടുണ്ടെങ്കിൽ, ഒരാൾക്കൊരു ദുരിതമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് എന്തിനാ പടച്ചോൻ ഇങ്ങനെ കുറെ ഗ്രേഡാക്കിയത്? കുറെ ആളുകൾക്ക് പൈസ കൊടുത്ത്, ചില ആളുകൾക്ക് പൈസ കൊടുത്തില്ല, ചില ആൾക്കാർക്ക് ഒന്ന് ബുദ്ധിമുട്ട്, ചില ആൾക്കാർക്ക് കഷ്ടപ്പാട്. നിങ്ങൾ ആലോചിക്കണോ? എല്ലാരും ഈ ദുനിയാവിൽ സമ്പന്നന്മാരാണ്. ഇഷ്ടംപോലെ കാശുണ്ട് കയ്യില്. എന്ത് കയറുന്ന അവസ്ഥ? ആരെങ്കിലും എന്തെങ്കിലും ഒരു പണിക്ക് വിളിച്ചാൽ കിട്ടും. എന്റെ 4 ആവശ്യമൊന്നും എനിക്കില്ല, എന്റെ കയ്യിൽ കാശുണ്ട്. പെരയത്തെ പണി നടക്കുവോ? ആശാരി പണി നടക്കുവോ? വീട്ടിലെ പണി നടക്കുവോ? ഒന്നിനും ആളെ കിട്ടൂല. ഇത് പ്രത്യേക ഗ്രേഡാക്കി കൊണ്ടും കൊടുത്തും സഹകരിച്ചും സഹായിച്ചും ഈ സമൂഹം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. മസലുൽ മുഅ്മിനീന ഫീ തവാദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമസലി ജസദിൻ. മറ്റൊരു ഹദീസ് പറയാ, വിശ്വാസികൾ പരസ്പരമുള്ള സ്നേഹത്തിലും പരസ്പരമുള്ള കരുണയിലും പരസ്പരമുള്ള ദയയിലും കമസലി ജസദിൻ, ഒരു ബോഡിയെ പോലെയാണ്, ഒരു ശരീരം പോലെയാണെന്നാണ്. മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ, മുസ്ലിം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ ശരീരം പോലെയാണെന്നാണ്. ലോകത്തിന്റെ ഏതേത് ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങളായാലും അവരെല്ലാവരും ഒരു ശരീരമാണെന്നാണ് റസൂല് പറയാ. ഒന്ന് പല്ല് വേദന ഉണ്ടായ പോരെ? പല്ല് മാത്രമേ വേദനക? ഉറക്ക് പോയില്ലേ? മറ്റുള്ള അവയവങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ പരസ്പരം സഹകരിക്കുന്നത് പോലെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു രോഗമുണ്ടായാൽ ഉറക്ക് നഷ്ടപ്പെടുകയും
അതുപോലെ പനി ബാധിക്കുകയും ചെയ്യുന്ന പനി ഒരു അടയാളാണ്. അസുഖമുണ്ട് എന്നുള്ളതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള അടയാളമാണ് പനി. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാവരും അതിൽ സഹകരിക്കും എന്ന പോലെ ആയിരിക്കണം എന്നാ. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി, സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടായി, കുടുംബത്തിലൊരു വിഷയം ഉണ്ടായി, ആ വ്യക്തിയെ മാത്രം കാത്തിക്കരുത്. എല്ലാവരും ഒന്നിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കി, പ്രയാസങ്ങൾ മനസ്സിലാക്കി, നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കണം. പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിക്കണം. വതആവനൂ അലൽ ബിർരി വത്തഖ്വ, നന്മയുടെയും ഭക്തിയുടെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായികളായി മാറണം. പരസ്പരം ആദരിക്കണം, ബഹുമാനിക്കണം, അംഗീകരിക്കണം. പരസ്പരം അംഗീകരിച്ചൂല. ഒരു നന്മ ചെയ്താല് ഒന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കൂല. നമ്മൾ ഒരാളോട് അയാൾ ചെയ്ത നന്മയെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ അതിന്റെ ഹാപ്പിനെസ്, സൈക്കോളജി പറയാ, ഞാൻ ഒരാളോട് നന്നായി എന്ന് പറഞ്ഞാല് അതിന്റെ സുഖം അയാൾക്ക് മാത്രമല്ല കിട്ടുക, എനിക്ക് കിട്ടും. പറയാനുള്ളൊരു മനസ്സ് വരണം. പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ ഒന്നും പള്ളറച്ച് ഭക്ഷണം കഴിച്ചത് നന്നായി അറിയിക്കപ്പെടും, ബാക്കി കുറച്ച് വലുതായി നടക്കും. പള്ളറച്ച് ബിരിയാണിയും മന്തിയും ഒക്കെ അടിച്ചിട്ട് എങ്ങനെയുണ്ട്, ആരുണ്ടാക്കിയത്, അതിന്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഏറ്റവും ചെറിയ ദോഷം അൽഹംദുലില്ലാ ഉഷാറായി പറഞ്ഞൊക്കെ നിങ്ങളെ പള്ളം എന്നറിയും പോലെ അയാളെ മനസ്സെന്ന് അറിയും. പറയില്ല നമ്മള്. അതിൽ പ്രവാചകം പറയാ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഹദിയ കൊടുക്കി, ഗിഫ്റ്റ് കൊടുക്കി, നിങ്ങൾ തമ്മിലുള്ള അകലം കുറയും, മനസ്സുകൾ അടുക്കുന്ന. ഈ മുജാഹിദ് അതുകൊണ്ട് ഇങ്ങനത്തെ ഏർപ്പാടൊന്നുമില്ല. ഒരു പരിപാടി അവർക്ക് അറിയില്ല അല്ലെ. പൈസ ചോദിച്ചാൽ പോലെ തനി സ്വരൂപം പുറത്തിടുന്ന ഒരാളെ അറിയണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം. റസൂൽ പറഞ്ഞത് രണ്ട് കാര്യം ചെയ്താൽ അയാൾ തനി സ്വരൂപം പുറത്തിടുന്ന. ഒന്ന്, അയാളുമായി സാമ്പത്തികമായി ഇടപാടെടുത്താൽ മതി, പണത്തിന്റെ അടുത്ത് ഈമാൻ കാണും. രണ്ടാമതായി യാത്രയാണ്. ആ യാത്രയിലും തന്റെ നാട്ടിൽ നിന്ന്, വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ അപ്പുണ്ടാവും നമ്മൾ ആരാന്ന് മനസ്സിലായി. യാത്ര കൂടെ കിടക്കുമ്പോഴാണ് രാപ്പനി അറിയുള്ളൂ. നാട്ടിൽ നിന്ന് കള്ളുടിച്ചാത്തവന് ഫ്ലൈറ്റിൽ നിന്ന് മോന്ത പിന്നെ അടിച്ച് പൂസായി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഫ്ലൈറ്റില് അവിടെ എല്ലാവർക്കും വേണമെങ്കിൽ അതിന് സംവിധാനം ഉണ്ട്, കാശ് കൊടുത്താൽ കിട്ടും. അച്ഛന് മോന്ത അവനാണ് തനി സ്വരൂപം നാട്ടിൽ നിന്ന് വിട്ടാൽ അറിയാം. നാട്ടിലുണ്ടാവുമ്പോ അറിയില്ല. ജ്യേഷ്ഠന്മാരും കുടുംബവും ഉപ്പയും ഉമ്മയും ഉസ്താദുമാരും പള്ളിന്റെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവുമ്പം തെറ്റ് ചെയ്യാൻ ചെറിയൊരു പേടി ഉണ്ടാവും. പടച്ചോനല്ല പേടി, പടച്ചോനല്ല നമുക്ക് പേടി, പടപ്പിളെ. പോലീസുകാരെ കണ്ടുകൊണ്ട് ഹെൽമെറ്റ് ഇടുമ്പോള് പോലീസുകാർക്ക് വേണ്ടി നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, സീറ്റ് ബെൽറ്റ് ഇട്ടാലും ഹെൽമെറ്റ് ഇട്ടാലും അതിന്റെ മെച്ചായിരിക്കാം പോലീസുകാരിക്കാ. അത് വേറൊരു വരുമാനം ആക്കിയിട്ടുള്ള വേറെ രീതി അല്ലെ. അതിന്റെ സേഫ്റ്റിയും അതിന്റെ സെക്യൂരിറ്റിയും അതിന്റെ നന്മ ആർക്കാ? ഞമ്മക്കല്ലേ. പക്ഷെ നമ്മൾ ഉൾക്കൊള്ളൂല. പോലീസുകാർക്ക് വേണ്ടി നമ്മൾ ഹെൽമെറ്റ് ഇടും, പോലീസുകാർക്ക് വേണ്ടി നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന. സീറ്റ് ബെൽറ്റ് ഇട്ടാണ്ട് ഒരു കാര്യം മറിഞ്ഞ് തിരിഞ്ഞാലും തെറിച്ചു പോകില്ല എന്നാണ്. തിരിച്ചുകൊണ്ട് അയിമ കുടുങ്ങിയാണ് മരിച്ചോലുണ്ട്. ഏതൊരു നന്മ പറയുകയാണെങ്കിലും അപ്പുറത്തൊരു തിന്മ ഉണ്ടാവും. അത് സ്വാഭാവികമാണല്ലോ. ഒരു കാറ്റുണ്ടെങ്കിൽ ഇറക്കുണ്ടാവും. ഒരു നന്മ ഉണ്ടെങ്കിൽ ആ തിരിച്ചൊരു തിന്മയും ഉണ്ടാകുമെന്നതാ. അപ്പം പരസ്പരം മാനിക്കണം, മുസാഫത്ത് കൊടുക്കണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കണം. ഇവിടെ കൈ കൊടുക്കണ്ടില്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം വിട്ടില്ല. ഇങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്തവൻ അപ്പുറത്തുള്ളത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തിരിഞ്ഞ് ഓനെ മൂന്നമക്ക് നോക്കണ്ടേ? മുസാഫത്ത് കൊടുത്തിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. സൈക്കോളജി പറയാ, നമ്മൾ തമ്മിൽ കൈ കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന. പ്രവാചകന് ഒരാൾക്ക് കൈ കൊടുത്താല് ഏറ്റവും അവസാനം കൈയെടുത്ത് പ്രവാചകന. നമ്മൾ ആർക്കെങ്കിലും കൈ കൊടുത്ത് സലാം പറഞ്ഞെന്താ? ആലോചിച്ച് നോക്കി. നിങ്ങളാരും വിശ്വാസികളാകാതെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. നിങ്ങളാരും പരസ്പരം സ്നേഹിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും മാനസികമായി അടുക്കാനും പ്രവാചകം പറഞ്ഞ തരങ്ങള് അഫ്ശുസ്സലാമ ബൈനക്കും, അഫ്ശുസ്സലാമ ബൈനക്കും. സലാം വരണമെന്നാണ്. ഒരു മരത്തിന്റെ മറവ് അല്ലെ, ഒരു തൂണിന്റെ ഒരു മറവ്
ഇങ്ങോട്ട് മാറി വന്നാല് പരസ്പരം സലാം പറ, അസ്സലാമു അലൈക്കും. നമ്മളോ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ സലാം പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്? തന്റെ ഭാര്യയോടും തന്റെ മക്കളോടും സലാം പറയുന്ന എത്ര ആളുകളുണ്ട്? തന്റെ ഭർത്താവിനോട് സലാം പറയുന്ന എത്ര ആളുണ്ട്? അത് ഉസ്താദ്മാരെ കാണുമ്പോ, മൗലവിനെ കാണുമ്പോ, അല്ലെങ്കിൽ ആദർശ ബന്ധുക്കൾ, അങ്ങനല്ല. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സമ്മതം ചോദിക്കാതെ സലാം പറയാതെ വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്നാ. വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയണം, സമ്മതം ചോദിക്കണം. ഇതൊക്കെ ഓരോ വിഷയം നമുക്ക് ഓരോന്ന് എടുക്കാം. അപ്പോ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ആദരിച്ചുകൊണ്ട് അള്ളാഹ് നമ്മൾ ആദരിച്ചിട്ടില്ലേ? വലക്കത് കറംനാ ബനീ ആദം, ആദമിന്റെ മക്കളെ ഞാൻ ആദരിച്ചിരിക്കുന്നു. പടച്ചു നമ്മൾ ആദരിച്ചു. ഈ ആദരവ്, ഈ റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. ഒരാൾക്ക് അയാളുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അയാളുടെ ഒരു വ്യക്തിത്വമുണ്ട്. അത് നമ്മ അംഗീകരിക്കണം. ഓരോരുത്തർക്കും, നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തർക്കും അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിന് നമ്മൾ ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മാനം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ പറയാൻ പാടില്ല എന്നാ. ഒരാൾ വ്യഭിചരിച്ചു എന്ന് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടാൽ പോലും അത് പറയാനുള്ള അർഹതല്ല എന്നാ. 4 സാക്ഷികളെ, ആ നീചകർമ്മത്തിന് 4 സാക്ഷികളെ ഹാജരാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ആ വിഷയം പറയാൻ പാടില്ല. ഇത് അടുത്തുകൂടെ പോയാൽ മതി, വർത്താനം പറഞ്ഞാൽ മതി. എന്തെല്ലാം ആ വാട്സപ്പ് കൊണ്ട് നേരെ നമ്മൾ ഷെയർ ചെയ്യാം. ഇതിലൊക്കെ പോകുന്നുണ്ടോ, ആരൊക്കെ കാണുന്നുണ്ടോ, ഇവരുടെ മുഴുവൻ തിന്മയുടെ ഭാണ്ഡം നമ്മൾ ഏറ്റേണ്ടി വരും. കരുതിക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടുക, അതാണ് ഷെയർ ചെയ്യുക. കിട്ടുന്ന മുഴുവൻ ഷെയർ ചെയ്യുക. സത്യമാണോ, നന്മയാണോ, കാര്യമുണ്ടോ, ഇതൊന്നും ആലോചിക്കുന്നില്ല. ശരിക്കും ആലോചിച്ചോളി. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബയിൻ ഫതബയ്യനൂ. ഒരു വർത്താനം കേട്ടാല്, ഒരു മെസ്സേജ് കിട്ടിയാല് ഫതബയ്യനൂ, വ്യക്തമായി അന്വേഷിക്കണം, എന്നിട്ട് ഷെയർ ചെയ്യാവൂ. സത്യമാണെന്ന് ചിലപ്പം തരോ 8-10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്ത സംഗതികാരം. ഒരു ചങ്ങായിക്ക് പെരേന്ന് അങ്ങാടിക്ക് ഇറക്കാൻ കാറ്റില്ല, കാണൂല് മീവ പിടിച്ചാണ് പെരയെ കൊണ്ടാക്കിയ. 5 കൊല്ലം മുന്നേ അയാൾ പോയിരുന്നു, ശരിയാ. പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ മെസ്സേജ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ടോ അയാൾ അങ്ങട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ പിടിച്ചാണ്ട് എല്ലാവരും കൂടിയിട്ട് പെരയെ കൊണ്ടേക്കുക. വല്ലാത്തൊരു ഭവിഷ്യത്താ. സോഷ്യൽ മീഡിയ കൊണ്ട്, വാട്സപ്പ് കൊണ്ട്, ഫേസ്ബുക്ക് കൊണ്ട്, ഇൻസ്റ്റഗ്രാം കൊണ്ട് ധാരാളം നന്മണ്ട്. 90% തിന്മയാണ് എന്ന് പറയാതെ വയ്യ. സഹോദരങ്ങളെ, നമ്മൾ വിഷയത്തേക്ക് വരിക. അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. വലാ തനാസൂ, ഭിന്നിച്ചു പോകല്ലേ. ഓരോ കാര്യം പറഞ്ഞ്, നിസ്സാരമായ പ്രശ്നം പറഞ്ഞ് തവിട് പൊടിയായി ഭിന്നിച്ചു പോയാൽ നിങ്ങളുടെ ധൈര്യം നഷ്ടപ്പെടും. മുസ്ലിങ്ങൾ എന്തും ചെയ്യാം. ഇപ്പൊ ഓരോ നിയമങ്ങള് മുസ്ലിങ്ങൾക്ക് എതിരായി നാം ജീവിക്കുന്ന നാടിന്റെ ബന്ധപ്പെട്ട നീതിപീഠം പോലും നമുക്കെതിരായി വിധി വരിക. ഓർക്ക് എന്തും ചെയ്യാം. മുത്തലാഖായാലും ഹിജാബായാലും തട്ടമായാലും നിക്കാഹായാലും ഇതൊക്കെ നമ്മളെയാണ് അവര് ഫോക്കസ് ചെയ്യണത്. സഹോദരങ്ങളെ, ഖുർആൻ പറയാ, പ്രവാചകൻ പറയാ, നിങ്ങളെ കാറ്റ് പോകുന്ന റസൂൽ അങ്ങനെ പ്രയോഗിച്ചു. നിങ്ങളെ കാറ്റാണ് പോകും ഭിന്നിച്ചാല്. ഞമ്മക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്, ഗ്രൂപ്പുണ്ട്, വിഭാഗമുണ്ട്. പക്ഷെ ഒരു മഹൽ എന്ന നിലയിൽ മഹലിന്റെ വിഷയത്തിൽ നമ്മൾ ഏകോപിച്ചു പോകണം. അൽഹംദുലില്ലാഹ് ഇവിടെ അങ്ങനെ തന്നെ പോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് വ്യക്തിപരമായിട്ട് ധാരാളം ഭിന്നാഭിപ്രായം ഉണ്ടാവും. ആർക്കാ ഭിന്നാഭിപ്രായം ഇല്ലാത്തത്? ആബേലും കാബേലും പരസ്പരം ഏറ്റുമുട്ടി ഒരാൾ കൊന്നു. സംഘടന ഉണ്ടായിട്ടാ മനുഷ്യന്മാർ തനി സ്വരൂപ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ മലക്കൾ പറഞ്ഞ് ഈ പരസ്പരം കലയിക്കുന്ന, പരസ്പരം ഏറ്റുമുട്ടുന്ന, പരസ്പരം രക്തം ചിന്തുന്ന ഈ മനുഷ്യന്മാർ എന്തിനാ പടച്ചോൻ ഉണ്ടാക്കണേ? അപ്പൊ സഹോദരങ്ങളെ, സഹകരിക്കാവുന്ന മേഖലയിൽ നമ്മൾ സഹകരിക്കണം. നമുക്ക് അതിനോട് സഹകരിക്കാൻ കഴിയാത്ത കാര്യം, ഇപ്പൊ പ്രവാചകന്റെ സദസ്സില് ഉടുമ്പിന്റെ മാംസം കൊണ്ടുവച്ച് പ്രവാചകന് ഇഷ്ടല്ല, പ്രവാചകൻ കഴിച്ചില്ല. നിങ്ങൾക്ക് വേണേ കഴിച്ചോളി. ഈ സമീപനം ഉണ്ടല്ലോ, അവനാരും പറ്റാത്തത് മറ്റവർക്ക് പറ്റൂല എന്നുള്ള ഒരു നയം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. ഓരോരുത്തർക്കും ഓരോ സ്വഭാവ. ആ സ്വഭാവം മുഴുവൻ അബൂബക്കറിന്റെ സ്വഭാവമല്ല റളിയല്ലാഹു അൻഹു.
അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്വഭാവമല്ല ഉമർദാന്റെ. അബൂബക്കർ ന്യായത്തോടു കൂടി എല്ലാ കാര്യത്തെയും നോക്കിക്കാണും വിവേകത്തോടെ. ഉമറോ ഊരിപ്പിടിച്ച പോലെ ആരെവിടെ ഒരു വിട്ട് രണ്ട് കഷ്ണം. ഈ രണ്ട് സ്വഭാവം പ്രവാചകൻ അംഗീകരിച്ചില്ലേ? ചിലയിടത്ത് വേണ്ടി വരും, ചിലയിടത്ത് മുണ്ടാന്നാ പറ്റൂല, ചിലയിടത്ത് നമ്മൾ ഇടപെടേണ്ടി വരും. ഉമറിനെ പോലെ പ്രതികരിക്കുന്ന ആളുകൾ നമുക്ക് ആവശ്യമാണ്. എന്നാ അബൂബക്കറിനെ പോലെ വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ആളുകളും നമുക്ക് ആവശ്യമാണ്. ലാ തഅ്തിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽക അഖാക ബിവജ്ഇൻ തൊലിക്കിൻ. നിങ്ങൾ കാണുമ്പോഴേ ഒരു കാര്യത്തെ നിങ്ങൾ നിസ്സാരമായി കാണരുതെന്നാ. കണ്ടുമുട്ടിയാൽ മുഖപ്രസന്നതയോടുകൂടി തന്റെ സഹോദരനെ ഒന്ന് ഫേസ് ചെയ്യാൻ മടി കാണുമ്പോൾ ചിരിച്ചൂടെ? എന്താ നഷ്ടപ്പെടുക? ഒന്ന് പുഞ്ചിരിച്ചൂടെ? അത് സ്വതക്കെയാണെന്നാ. ചിരിച്ചണോന്ന് സ്വതക്കെ. നമ്മൾ സലാം പറഞ്ഞാലും ചില ആൾക്കാർ ആമീൻ. ചില മൂല്യന്മാർ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല. എന്താ ഈ പറഞ്ഞത്? അള്ളാന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാട്ടെ. വേണ്ടെങ്കിൽ വേണ്ട, ആമീന്ന് പറഞ്ഞാൽ മതി. ഒക്കെ വൺ സൈഡ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി. സലാം പറയണം, മുസാഫത്ത് കൊടുക്കണം, പരസ്പരം ഇടപെടണം, അയൽപക്കവുമായി ബന്ധപ്പെടണം. ഇങ്ങനത്തെ കുറെ വിഷയങ്ങള് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. തൊലാഖത്തുൽ വജ്ഹ് സ്വതക്ക. കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നത് സ്വതക്കെ. ഒന്ന് ചിരിച്ചാളി. എന്തിനാ ഇങ്ങനെ മസിൽ പിടിച്ചത്? ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് എന്താ നേടുന്നത്? അഹങ്കാരം കൊണ്ട് ആകാശത്തോളെത്തും ഭൂമി നമ്മൾ പിളർത്തുമോ? ഇല്ല. നമ്മൾ എത്ര താഴ്മ കാണിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നമ്മെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന. എത്ര വിനയം കാണിക്കുന്നോ ചില ആൾക്കാർ ഓ വേറെ ഗ്രൂപ്പാ സലാം പറയാൻ തിരിഞ്ഞു പോവുക. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്ത് ഞാൻ ചോദിക്കുക, നമ്മള് കൂട്ടത്തിൽപ്പെട്ടതല്ലേ? എന്താ ഒരു സലാം പറഞ്ഞ ഒരു കയ്യിടാനും ഒരു ഖതീബ് എന്ന നിലയിൽ എനിക്ക് എന്റേതായിട്ട് ഞാൻ എല്ലാവരെയും ഒന്നായി കാണുക. ഈ മഹലിൽ വരുന്ന മുഴുവൻ ആളുകളെയും ഒന്നായി ഖതീബ് എന്ന നിലയിൽ ഞാൻ അങ്ങനെ കാണുന്നത്. ഒരാളോടും ഞാൻ പരസ്പരം ഒരു വ്യത്യസ്തത കാണിച്ചിട്ടില്ല. അത് എന്റെ ബാധ്യത. തിരിച്ചു കാണിക്കണ്ടേ? വേണ്ടേ? ഈ മഹലില് ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ വലിയില്ലെങ്കിൽ നടത്തി തരണ്ടാരാ? ഞമ്മക്ക് എത്ര വിലണ്ട്? അടുത്ത ആഴ്ച നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞാല് നമ്മൾ ആയുസ് തീർന്നു. അത്ര ഉള്ളൂ. പക്ഷെ എന്താ അറിയോ, ഈ മഹലില് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കാൻ ഒരു വലിയില്ലെങ്കിൽ കഴിച്ചു കൊടുക്കേണ്ട ബാധ്യത എനിക്കാ, ഒരു ഖതീബിനാ. അപ്പൊ ഓരോരുത്തർക്കും ഇപ്പം പ്രവാചകൻ പറഞ്ഞു അൻസിലുന്നാസ മനാസിലോ, ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങൾ നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം. ഒരു കുടുംബത്തില് നിങ്ങൾ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും കളക്ടർ ആയാലും IAS ആയാലും IPS ആയാലും ബാപ്പനെ ബാപ്പാന്റെ മുമ്പിൽ IAS ആയിട്ട് വരിക, പോലീസായിട്ടാ വരിക? ബാപ്പാന്റെ മുമ്പിലേക്ക് വരുമ്പം ഒരു മകനായി വരണം. അനുസരണമുള്ള, അദബുള്ള, താഴ്മയുള്ള, വിനയമുള്ള. ഭാര്യ ഭയങ്കര കളക്ടറാ, ഭർത്താവിന്റെ മുമ്പിൽ വരുമ്പോഴോ കളക്ടർ ഇതിലെ വരണ്ട് അല്ല. അൻസിലുന്നാസ മനാസിലു. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. പണ്ഡിതന്മാർക്ക് സ്ഥാനമുണ്ട്, പാവപ്പെട്ട ആളുകൾക്ക് സ്ഥാനമുണ്ട്. പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാവപ്പെട്ട ആൾക്കാരാ, VIP അല്ല. VIP നമുക്ക് വേണം, പൈസ ഉള്ളത് വേണം. പക്ഷെ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ആദ്യമായി സ്വർഗത്തിൽ എത്തുന്നതും പട്ടിണി പാവങ്ങളാ. ഒരാളെ വസ്ത്രം കണ്ട്, ഒരാളുടെ ശരീര പ്രകൃതി കണ്ട്, ഒരാളുടെ സൗന്ദര്യം കണ്ട് അയാൾ അളക്കരുത്. നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞങ്ങൾ ആലോചിച്ച് നോക്കി, പടച്ചോലേക്കാ വരിക. അയാളെ പല്ലങ്ങനെ, അയാളെ കണ്ണിങ്ങനെ, അയാളെ മൂക്കിങ്ങനെ എന്ന് പറഞ്ഞാൽ എങ്ങട്ടത് പോവുക? ക്രിയേറ്ററിലേക്ക്. ആരുണ്ടാക്കിയത്? പടച്ചോനാ. ആ പടച്ചോനെ നമ്മൾ കുറ്റം പറഞ്ഞത്. ആ ഓർമ്മ സഹോദരങ്ങള് നമുക്ക് വേണം. അപ്പോൾ സാമൂഹിക ജീവിയായ മനുഷ്യൻ പരസ്പരം ഇടപെട്ടുകൊണ്ട്, പരസ്പരം സഹകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ഈ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ്. ഖുർആൻ പറയാ അല്ലാഹ് നിങ്ങൾ ആരാധിക്കണം. വലാ തുശ്രികു ബിഹി ശൈഅ, ഒരാളെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ, കുടുംബക്കാർക്കും, വൽ യതാമ, അനാഥകൾക്കും, വൽ മസാകീനി, പാവപ്പെട്ട ആളുകൾക്കും,
വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുൻബ്, അടുത്ത അയൽവാസിക്കും ദൂരെയുള്ള അയൽവാസിക്കും, വസാഹിബുൽ ജംബി, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും സഹപാഠികൾക്കും, വ ഇബ്നു സബീൽ, ആരെന്നറിയാതെ ഈ നാട്ടിൽ അകപ്പെട്ട വഴിയാത്രികരുണ്ടാവും. ഇബ്നു സബീല് സക്കാത്തിന്റെ അവകാശം പോലുണ്ട്. കുറെ തരീടും തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട്, എന്നാലും കയ്യിൽ 5 പൈസ അല്ല, കഴിക്കാൻ ഭക്ഷണമല്ല. അയാൾ നാട്ടിൽ ധനാഢ്യനായിരുന്നാലും അയാൾക്ക് കൊടുക്കണം എന്നാ. കാരണം കുടുങ്ങിയ നേരാ, ഒരു ആശുപത്രി കേസ് വന്നു, അല്ലെങ്കിൽ പേഴ്സ് നഷ്ടപ്പെട്ടു, യാദൃശികമായി ഒരു സമൂഹത്തിൽ അകപ്പെട്ടാൽ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങൾക്ക് കീഴിലുള്ള അന്ന് അടിമ സമ്പ്രദായമുണ്ട്, അവർക്കും. ഇന്നല്ലാഹ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, അല്ലാഹു ഈ അഹങ്കാരം കാണിക്കുന്ന, പൊങ്ങച്ചം കാണിക്കുന്ന ഒരാളെയും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ചില ആൾക്കാരെന്താ, നിങ്ങള് ഒറ്റയ്ക്ക് ചെന്നാ പൈസ കിട്ടൂല, ഒരു 4 ആളെ മുമ്പ് അജയരാക്ക, നിങ്ങളെ വക എത്ര എന്നാ പിടിച്ചോളി 10,000. ഇത് പൊങ്ങച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് അവിടെ പറഞ്ഞവർക്ക് കിട്ടൂല. വലത് കൈ കൊടുത്തത് ഇടത്തെ കൈ പോലും അറിയാത്ത രൂപത്തിൽ നമ്മൾ കൊടുത്തെങ്കിൽ നാളെ പരലോകത്ത് കാണുന്ന ആ ഓർമ്മ വേണം, പൊങ്ങച്ചം വേണം. റസൂൽ പറഞ്ഞു, മൻ അഹബ്ബലില്ല, അള്ളാഹ്ക്ക് വേണ്ടി ആര് സ്നേഹിച്ചു, അബ്ഗദില്ല, അള്ളാഹ്ക്ക് വേണ്ടി ആര് വെറുത്തു, അഅതാലില്ല, അള്ളാഹ്ക്ക് വേണ്ടി ആര് കൊടുത്തു, മനാലില്ല, അള്ളാഹ്ക്ക് വേണ്ടി ആര് തടഞ്ഞു, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പൂർത്തിയായി. നമ്മൾ ഒരാളെ സ്നേഹിക്കണം അയാളെ മുതൽ കണ്ടിട്ടല്ല, അയാളെ കയ്യിലുള്ള കാശ് കണ്ടിട്ടല്ല. ഇത് പടച്ചോനെ എന്നെ സഹായിക്കണം, കൂലി തരണം എന്നുള്ള നിശ്ചയത്തോടു കൂടിയ ചില ആൾക്കാരെ നമ്മൾ സാധാരണ പറയലുണ്ട്, നമ്മൾ പല കാര്യം ചെയ്തു കൊടുത്ത് തിരിച്ച് യാതൊരു നന്ദിയില്ല. നമ്മളൊക്കെ പറഞ്ഞതാണ്, ആ പെരൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാനാ, അത് ആ കോലത്തിലാക്കി കൊടുത്തത് ഞാനാ, ഞാൻ എടുത്തോട്ട ബിൽഡിംഗ് ആണത്, ഞാൻ എടുത്തോടുത്ത് വാങ്ങിക്കൊടുത്ത ഓട്ടോറിക്ഷയാണ്. എന്നെ കാണുമ്പോഴേ ഒരു നന്ദില്ല. സക്കാത്ത് സെല്ലിന്ന് നമ്മൾ പൈസ ഉണ്ടാക്കി കൊടുത്ത പെരയാണത്. സക്കാത്ത് സെല്ലിന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വാങ്ങിക്കൊടുത്ത ഓട്ടോറിക്ഷയാണ്. നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ആദരിക്കുക. ഇങ്ങനെ പ്രതീക്ഷിക്കാനേ പാടില്ല. നമുക്കൊക്കെ കൂടുതൽ നിരാശ വരാനുള്ള കാരണം എന്താ നിങ്ങള്, നമ്മൾ അമിതമായി ആഗ്രഹിച്ചതുകൊണ്ടാണ്. നമ്മളെ മക്കൾക്ക് കുറെ ചെയ്തു കൊടുത്ത് മക്കൾ ഇങ്ങോട്ട് തരും നമ്മൾ പ്രതീക്ഷയാണ്. അമിതമായി ആഗ്രഹിക്കുക. നമ്മളെ കൂട്ടുകാർക്ക് നമ്മൾ കുറെ കൊടുത്ത് ഇങ്ങോട്ട് കിട്ടുമെന്ന് ആഗ്രഹിക്കുക. നമ്മളെ ഭാര്യയിൽ നിന്ന് അമിതമായി കിട്ടണമെന്ന് പ്രതീക്ഷിക്കുക. ആശ കുറച്ചാൽ നിരാശ ഉണ്ടാവില്ല. എങ്ങനെ ആഗ്രഹിക്കണ്ട, കാരണം ഇതിന്റെ കൂലി പടച്ചോന തരിക. ഞാൻ എന്റെ ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ കേൾപ്പിച്ചു, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിൽ അഅല. പടച്ച തമ്പുരാന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതിന് മാത്രമേ നാളെ കൂലിട്ടുള്ളൂ. നമ്മുടെ ഏതൊരു കാര്യം, ഇപ്പൊ നമ്മളെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വരുമാനമില്ല. നമ്മളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതാ, ഞാനൊരു 10 റുപ്യ ഒരു 100 റുപ്യ അതിൽ ഇടുമ്പോള് നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്താ, ഇത് മുഖേന നാളെ പടച്ചോനെ എനിക്ക് തണല് കിട്ടണം, എനിക്ക് ആശ്വാസം കിട്ടണം. ആ പ്രാർത്ഥനയൂടെ നമ്മൾ ചെയ്യേണ്ടത്. അല്ല പള്ളിക്കാർ തിരിച്ച് നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. ഞാൻ ഉണ്ടാക്കിയ പള്ളിയാണ്, ഞാൻ ഉണ്ടാക്കിയ കൊടുത്ത ഫാനാണ്, ഞാൻ അവിടെ AC വെച്ചത്, ഇങ്ങനൊക്കെ പറഞ്ഞ് നടന്നാൽ നാളെ പരലോകത്തിന് ഒന്നും കിട്ടൂല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും, നിങ്ങൾ കൊടുത്ത ധർമ്മത്തെ നിങ്ങൾ നിഷ്ഫലമാക്കരുത്. എടുത്തു പറഞ്ഞാണ്ട് കൊടുത്തത് എടുത്തു പറഞ്ഞ് കൊടുത്ത ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ട്. അതുകൊണ്ട് സാമൂഹ്യ ജീവിയായ നമ്മള് ഇപ്പൊ 3 ആൾക്കാര് പ്രവാചകന്റെ അടുത്ത് വന്നാണ്ട്, ഒരാള് പ്രവാചകന്റെ നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചു, ഒരാൾ പ്രവാചകന്റെ നോമ്പിനെ കുറിച്ച് ചോദിച്ചു, വൈവാഹികത്തിന് ചോദിച്ചു. അവസാനം ഒരാൾ പറഞ്ഞതാണ്, ഞാൻ രാത്രി മുഴുവൻ നിസ്കരിച്ചാണ്, ഇങ്ങനെ ഉറങ്ങനല്ല, രാത്രി മുഴുവൻ ഞാൻ നേരം വെളുക്കണ വരെ നിസ്കരിച്ചു. ഒരാൾ പറഞ്ഞതോ,
ഒരു ദിവസവും ഞാൻ ഒഴിവാക്കൂല, വലിയൊരുന്നാളും ചെറിയൊരുന്നാളും അല്ലാതെ എല്ലാ ദിവസവും ഞാൻ നോമ്പ് വിൽക്കാൻ പോവാണ്. നല്ല കാര്യല്ലേ? രാത്രി നിസ്കരിച്ചത് നല്ല കാര്യല്ലേ? നോമ്പ് വിൽക്കൽ നല്ല കാര്യല്ലേ? മൂന്നാമൻ പറഞ്ഞറിയോ, ഞാൻ പെണ്ണും പടക്കുകയൊന്നും ഇല്ല, ഞാൻ അതിന് നിൽക്കണില്ല, കുട്ടികളും പായേരും പ്രശ്നവും എന്നും ഇങ്ങനെ തന്നെ പണി, അതുകൊണ്ട് ഇനി പെണ്ണിട്ടാൻ പോണില്ല. ആ സമയം കൂടി ഞാൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഈ മൂന്നാളെയും വിളിച്ചു. നിങ്ങളെക്കാളും പടച്ച തമ്പുരാനെ പേടിക്കാൻ ഞാനാണ് അർഹൻ. ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, രാത്രി നിസ്കരിക്കാറുണ്ട്. ഞാൻ ചില ദിവസം നോമ്പ് നോക്കും, ചില ദിവസം നോമ്പ് നിൽക്കാറില്ല. എനിക്ക് പെണ്ണുങ്ങളും കുട്ടികളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. റസൂല് പറഞ്ഞത്, നിങ്ങള് എന്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാ. നിന്റെ കണ്ണിനോട് നിന്റെ കണ്ണിനോട് ബാധ്യത. 6 മണിക്കൂർ ഉറങ്ങണം. ആരോഗ്യമുള്ള ഒരാൾ ഉറങ്ങേണ്ടത് മിനിമം 6 മണിക്കൂറാ. ആ 6 മണിക്കൂർ ഉറങ്ങുക എന്നത് കണ്ണിനോട് കാണിക്കേണ്ട ബാധ്യത. തന്റെ മാതാപിതാക്കളോട് ബാധ്യതയുണ്ട്. എന്റെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരോട് നിനക്ക് ബാധ്യതയുണ്ട്. ഇതൊന്നും നിർവഹിക്കാതെ നിസ്കാരം നോമ്പും സക്കാത്തുമായി നീ ഒരു മുത്തക്കിയായി അഭിനയിച്ചുകൊണ്ട് കാര്യമില്ലെന്നാ. കുറെ ചെയ്യാനുണ്ട്. നിന്റെ അയൽവാസി വിശന്തിരിക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ മുസ്ലിം അല്ല എന്നാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സമൂഹവുമായി ഇടപെട്ടുകൊണ്ട് ഇഴകി നമ്മൾ ജീവിക്കുമ്പോൾ പരസ്പരം താങ്ങായി, തണലായി, ആശ്വാസമായി നമ്മൾ മാറണം. നമ്മൾ മരിച്ചിട്ട് നമ്മുടെ നന്മ പറയട്ടെ. അപ്പൊ നമുക്ക് മരിച്ചാൽ നമ്മൾ പറയും, മരിക്കണ വരെ നമ്മൾ പറയില്ല. മരിക്കണ വരെ നമ്മൾ പറയില്ല. മരിച്ച അയാൾ വലിയ നല്ലൊരാളില്ല, ആ നാട്ടില് അങ്ങനത്തെ ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടാവില്ല, അതുവരെ നന്നായി നമ്മൾ പറയില്ല. അത് ഈ മനുഷ്യന്റെ ഒരു പ്രകൃതിയാ. പ്രത്യേകിച്ച് മലയാളികള് ഇപ്പൊ ട്രെയിനിലൊക്കെ അങ്ങനെ പോകുമ്പോഴേ കയ്യോ കാലോ തട്ടിയാണ്ടെന്നായാല് നമ്മളെന്താ പറയുക, സോറി എന്ന് പറയും. മറ്റുള്ള ആൾക്കാരൊക്കെ, മറ്റുള്ള ആൾക്കാർ സോറി, നമ്മളെ കാല് ഇങ്ങോട്ട് ഇടിച്ചിക്ക ഇങ്ങനെ ആക്കല് അങ്ങോട്ട് ചാടും. ഇതാ നമ്മളെ മലയാളി, നമ്മളൊന്നും വിട്ടെടുക്കൂല. വണ്ടി നമ്മൾ കൊണ്ടിടിച്ചാലും അയാൾക്കെതിരെ ചാടും. നമ്മള് വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, 2 ആൾ കച്ചറ. ഇതേ സ്വഭാവം നമ്മൾ സൗദി അറേബ്യയിലോ യുഎയിലൊക്കെ അറബ് രാജ്യങ്ങളോ ഒരു പരസ്പരം ആലിംഗനം ചെയ്ത് തുരുതുര ഉമ്മ വെക്കും, അൽഹംദുലില്ലാ എന്ന് പറയും. ഒരാൾ നേരിട്ട് കൊണ്ട് കുത്തിച്ചില്ലല്ലോ, അയാൾ ലഹരി ബാധിച്ചെങ്കിൽ അല്ലാതെ അപ്രതീക്ഷിതമായി ഒരു സംഭവിച്ചാല് നിങ്ങൾ ആലോചിച്ച്, മരിച്ചാൽ ആരും ചോദിച്ചാണ്ടാവില്ല. ചെറിയ എന്തെങ്കിലും പരിക്കണം, ഭയങ്കര പൂരടികരം. ഇത് എവിടുന്നുണ്ടായതാ നിങ്ങള്? ഇത് എവിടുന്നുണ്ടായതാരോ? ചെറുപ്പത്തില് കുട്ടികൾ കരയുമ്പോള് നമ്മളെന്താ കാട്ടുക? കുട്ടിന്റെ കൈ അവിടെ തട്ടിയിട്ട് വേദന ആയാലും നമ്മൾ മറുപടി അവിടെ 2 അടി, ഇജിന്റെ കുട്ടീനെ അടിച്ചല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ സ്വഭാവ അവനാന്റെ കാരണം കൊണ്ടുള്ള ഒരു പ്രയാസത്തിന് അവനാൻ തന്നെ ഈ സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, സമൂഹമായി ജീവിക്കുമ്പോൾ നമ്മൾ സമൂഹമായി അടുത്ത് ഇടപെട്ട് താങ്ങായി, തണലായി, ആശ്വാസമായി, സഹായമായി മാറുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.